കണ്ണൂർ ഇരിട്ടിയിൽ ചികിത്സിക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടുകയായിരുന്നു ആനയെ. പക്ഷേ ആന ചരിഞ്ഞു എന്ന വാർത്തയാണ് അല്പം മുമ്പ് വന്നത്. കരിക്കോട്ടക്കരി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയാണ് വൈകുന്നേരത്തോടെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കാനായി കൊണ്ടുപോയത്. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി. ഫെലിക്സ്, കുട്ടിയാന എപ്പോഴാണ് ചരിഞ്ഞത്? ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, രക്ഷിക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ട് എന്ന് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ തന്നെ നേരത്തെ തന്നെ പറയുന്നുമുണ്ടായിരുന്നു. എങ്ങനെ അന്ത്യം സംഭവിച്ചു എന്ന കാര്യത്തിൽ വനംവകുപ്പിന്റെ ഔദ്യോഗികമായ വിശദീകരണം വന്നിട്ടുണ്ടോ? രതീഷ്, ഈ വൈകുന്നേരം ഈ ആനയെ പിടികൂടിയ ആനിമൽ ആംബുലൻസിലേക്ക് കൊണ്ടുവന്ന സമയത്ത് തന്നെ ആന വീണിരുന്നു. പിന്നീട് ആന എഴുന്നേറ്റില്ല. പിന്നീട് ഈ കാട്ടാനയെ 3 വയസ്സ് പ്രായമുള്ള കാട്ടാനയാണ്, കുട്ടിയാനയാണ്. ആനയെ ഈ ആറളത്തെ RRT സംഘത്തിന്റെ ഓഫീസിലേക്ക്, ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അവിടെ ചികിത്സ നടത്തി വരികയാണ്. ആന ചെരിഞ്ഞത്. എന്താണ് മരണകാരണം എന്ന് വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടം അടക്കം നടത്തിയ ശേഷമേ ആനയുടെ മരണകാരണം എന്താണെന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. 9 മണിയോടുകൂടി ആന ചെരിഞ്ഞു എന്നതാണ് വനം വകുപ്പ് ഔദ്യോഗികമായി ഇപ്പോൾ അറിയിക്കുന്നത്. ഏതായാലും വായിൽ, അതായത് ആനയുടെ വായിലാണ് പരിക്കുണ്ടായിരുന്നത്. താടിയെല്ല് പൊട്ടി തകർന്ന നിലയിലായിരുന്നു. എങ്ങനെയാണ് ഈ ആനയുടെ വായിൽ ഇത്രയും വലിയ പരിക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പടക്കം കടിച്ചതാകാം എന്നതാണ് വനം വകുപ്പ് വിലയിരുത്തുന്നത്. ഇന്ന് രാവിലെയാണ് ആനയെ ഈ കരിക്കോട്ടക്കരയിലെ ജനവാസ മേഖലയിൽ കണ്ടത്. അത് ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. മാത്രമല്ല, ആന കാട്ടിലേക്ക് പോകാൻ തയ്യാറായതുമില്ല. തുടർന്നാണ് ആനയെ പിടികൂടി ചികിത്സിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തിയത്. കുട്ടിയാനയാണ്. അതുകൊണ്ട് ഒരു റൗണ്ട് മയക്കുവെടി വെച്ചപ്പോൾ തന്നെ ആന മയങ്ങി. പിന്നീട് ആനയെ കയറിൽ ബന്ധിച്ചാണ് ഈ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയത്. കയറ്റുമ്പോഴാണ് ആന ഈ വീണ് പോയത്. പിന്നീട് ആന വളരെ ക്ഷീണിതനായ ഒരു ആനയാണ് എന്ന് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. വലിയ പരിക്കുമായിരുന്നു. സ്വാഭാവികം മയക്കുവെടിയുടെ ആഘാതവും ഒക്കെ നൽകുന്ന ചികിത്സയുടെ, പ്രാഥമികമായി നൽകിയ ചികിത്സയുടെ ആഘാതമൊക്കെ അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാകാമെന്ന് നമുക്ക് സ്വാഭാവികമായി അത് കാണുമ്പോൾ, ഈ ദൗത്യം കാണുമ്പോഴൊക്കെ തോന്നുന്നതുമാണ്. ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. ഈ ആനയ്ക്ക് എങ്ങനെയാണ് ഈ പരിക്കേറ്റത്, ഇത്ര ഗൗരവതരമായ പ്രശ്നമുണ്ടായത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഈ ആനയ്ക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ മരണം സംഭവിക്കുന്നതുമായി, ആന ചെരിയുന്നതുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുന്നുണ്ടോ? രതീഷ്, അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. ആർളം ഫാമിൽ ഉണ്ടായിരുന്ന ആനയാണ് അവിടെ നിന്നും തുരത്തുന്ന സമയത്ത് ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ഈ പടക്കം ആനയുടെ വായിൽ, ആന കടിച്ച് പടക്കം പൊട്ടി. അങ്ങനെ ഈ ഇത്രയും വലിയ പരിക്ക്, കീഴ്ത്താടിയെല്ല് പൊട്ടുന്ന രീതിയിലേക്കുള്ള പരിക്കിലേക്ക് എത്തി എന്നതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ പടക്കം ആന കടിക്കാൻ ഇടയുണ്ടായ സാഹചര്യം? അതായത് അത് ഏതെങ്കിലും തരത്തിൽ കെണിയായിരുന്നോ, അല്ലെങ്കിൽ പന്നിപ്പടക്കോ മറ്റോ ആയിരുന്നോ എന്ന കാര്യത്തിലൊക്കെ വിശദമായ പരിശോധന ഇപ്പോൾ വനം വകുപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം അന്വേഷണങ്ങളൊക്കെ തന്നെ നടക്കും. ഏതായാലും ഈ കുട്ടിയാനയാണ്. അപ്പോൾ ആനയ്ക്ക് തീറ്റയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 3-4 ദിവസമായി ആന ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം. ആനയ്ക്ക് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. മെലിഞ്ഞുണങ്ങിയ ക്ഷീണിതനായ അവസ്ഥയിലാണ് കാട്ടാന ഈ ജനവാസ മേഖലയിൽ കണ്ടത്. മാത്രമല്ല, ആ ഒരു അവസ്ഥയിൽ ആന ഈ വനമേഖലയിലേക്ക് പോകാൻ തയ്യാറായതുമില്ല. അതിലും 9 മണിയോടുകൂടിയാണ് ഈ ആന ചെരിഞ്ഞത്.